165. എനിക്ക് കഴിഞ്ഞ 2 ദിവസത്തേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഫാസ്റ്റഡ് കാർഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു മണിക്കൂർ ഉപയോഗിക്കുന്നത്. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ കാഫീൻ കുഴപ്പമില്ല, ഇതിനകത്ത് കാലറി 0 ആണ്. പിന്നെ ഫാറ്റ് മൊബിലൈസേഷന് വേണ്ടിയിട്ട് സഹായിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെറുതെ വീട്ടിലിരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും 1 മണിക്കൂർ 2 മണിക്കൂർ ചുമ്മാ ബ്രെയിൻ കുക്കാവുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കാർഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു ഇക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോൾ ട്രെഡ്മില്ല് റൺ ചെയ്യാമെന്ന് വെച്ചു, അന്നേരം നാച്ചുറലി നമ്മളുടെ ബ്രെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ പുറകിലേക്ക് പോകാനാണ്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഇക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഓടുന്ന സമയത്ത് ബാക്കിയെല്ലാം സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എനിക്ക് ഔട്ട്ഡോർ റണ്ണിങ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ കാർഡിയോ സെഷൻ വെറുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ എല്ലാം കണ്ട് സ്ക്രോളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പടയെന്നും പറഞ്ഞ് പോവും. ആ ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാർഡിയോ നമ്മളുടെ ദിവസത്തിൽ നിന്ന് എടുത്ത് മാറുകയും ചെയ്യും. 1 മണിക്കൂർ തീരുന്നതിൻ്റെ സമയം നമ്മൾ അറിയത്തില്ല. സോ ഇൻ എ വേ അത് ഉപയോഗിക്കാം. അല്ലെ പിന്നെ വീട്ടിലിരുന്ന് നമ്മളൊന്നെങ്കിൽ പഠിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ വേറെ ടാസ്കുകൾ ചെയ്യുന്ന സമയമായിരിക്കും, ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും, വേറൊന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാതെ ഈ സാധനം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പരിധി വരെ എന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാർഡിയോ ചെയ്യുന്നത്. കാരണം 1 മണിക്കൂർ പടയെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ കാർഡിയോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇക്കുകൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. മേ ബി 200, 300, 400 കാലറി പടയെന്ന് പറഞ്ഞിട്ട് തീരും, ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻറ്റൻസിറ്റി ദാറ്റ് യു ഡു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അതാണ്. 2 സെഷനായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ആദ്യത്തെ സെഷൻ കാർഡിയോ ചെയ്യും, 1 മണിക്കൂർ കാർഡിയോ. എന്നിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ വന്ന് ഒരു മീൽ കഴിക്കും. ഒരു മീൽ കഴിച്ച് 3/4 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത സെഷൻ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പോകും. ഇന്ന് പുഷ് ഡേ ആണ്. ലോങ്സ്റ്റ് കാർഡിയോ ഞാൻ ഒരു സെറ്റിൽമെൻറ്റിലെത്തി ഏത് കാർഡിയോ മെഷീൻ ഉപയോഗിക്കണം എന്നുള്ളതിൽ സ്റ്റെയർമാസ്റ്റർ പ്ലസ് ചാരി ഇരുന്നിട്ടുള്ള ബൈക്ക്, അതായിരിക്കും ഇനി ഞാൻ ഉപയോഗിക്കുക. 1/2 hour ഈച്ച്. അറൗണ്ട് 100 കാലറീസ് ബേൺ ചെയ്തെന്നാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു ഫാക്ടറായിട്ട് ഞാൻ കൂട്ടുന്നില്ല. 130 സംതിങ് ആയിരുന്നു ഹാർട്ട് റേറ്റ് ആവറേജ് കാണിച്ചിട്ടുള്ളത്. സ്റ്റിൽ ആ മെഷീൻ ആക്യുറേറ്റ് ആണെന്നും ഒരു ആർഗ്യുമെൻ്റ് ഇല്ല. പക്ഷേ 60 മിനിറ്റ് കാർഡിയോ ചെയ്യാനുള്ളത് ഫാസ്റ്റ് കാർഡിയോ ചെയ്തു. ഇനി പോയിട്ട് എൻ്റെ ഫസ്റ്റ് മീൽ ചെയ്യണം. ബ്രോ വാട്ട് സ്വീറ്റ് പൊട്ടറ്റോ ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 100 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സമയം ഉണ്ടായില്ല. പിന്നെ ഞാൻ കുറേ ടാസ്കിലുമാണ്. അതുകൊണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ മുതൽ പക്ക ക്രോണോമീറ്റർ ഉൾപ്പെടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. താങ്ക് യു. ഇനി അടുത്ത ദിവസം കാണാം.